ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. USS അറബി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങളുമാണ് ഈ വീഡിയോയിൽ. എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുക. USSുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. USSുമായി ബന്ധപ്പെട്ട മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായി പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. സാഫറ ഗാന്ധി ഡാഷ് ആഫ്രിക്ക. സാഫറ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധി യാത്ര ചെയ്തു ഡാഷ് ആഫ്രിക്ക, അവിടെ ആഫ്രിക്കയിലേക്ക് എന്നാണ് വേണ്ടത്. അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ് അർത്ഥം. ഇല എന്ന് പറഞ്ഞാൽ ഇൻ ടു അഥവാ ലേക്ക് എന്നൊക്കെയാണ് അർത്ഥം. അൻ എന്ന് പറഞ്ഞാൽ എബൌട്ട് കുറിച്ച് എന്നർത്ഥം. അപ്പോൾ ഇവിടെ സാഫറ ഗാന്ധി ഇല ആഫ്രിക്ക എന്നാണ് വരിക. ഓപ്ഷൻ സി ഇല ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഷാഹദൽ വലതു ഡാഷ്. ആൺകുട്ടി TV കണ്ടു എന്നാണ് ഈ സെൻറ്റൻസ്. ഇവിടെ ഫാഇല് വലതാണ്, ഫിഅല് ഷാഹദ എന്നുള്ളതാണ്. മഫ്ഊലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അത് തിൽഫാസ് എന്നാണ്. അപ്പോൾ തിൽഫാസ, തിൽഫാസി, തിൽഫാസു, തിൽഫാസുൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. ഇവിടെ ഫായിലിന് റഫ് ആയിരിക്കും അഥവാ ലൊമ്മ്, മഫ്ഊലിന് ഫതഹ ആയിരിക്കും അഥവാ നസ്ബ്. അതനുസരിച്ച് ഓപ്ഷൻ എ തിൽഫാസ് ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ഷാഹദൽ വലതു തിൽഫാസ എന്നുള്ളതാണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഇഖ്തറ അൽ ഖാരിജ മിനൽ മജ്മൂഅ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ്. ഓപ്ഷൻ എ ഉഖ്ത്, ഓപ്ഷൻ ബി ഉമ്മ, ഓപ്ഷൻ സി ജദ്ദത്ത്, ഓപ്ഷൻ ഡി ജദ്. ഓപ്ഷൻ എ ഉഖ്ത് എന്താണ്? സഹോദരി എന്നാണ് അർത്ഥം. ഉമ്മ ഉമ്മ, ജദ്ദത്ത് വല്യമ്മ, ജദ് വല്യപ്പ. ഉത്തരം ഓപ്ഷൻ ഡി ജദ്ദാണ്. മറ്റ് മൂന്നും മുഅന്നസ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ജദ്ദാണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, അക്കലത്ത് ഷബാന അൽ മൗസ് അൽ കലിമത്തു തഹ്തഹ ഖത്ത് തുഷീറു ഇലാ. ഓപ്ഷൻ എ മഫ്ഊലു ബിഹി, ഓപ്ഷൻ ബി ഫിഅല്, ഓപ്ഷൻ സി ഫാഇല്, ഓപ്ഷൻ ഡി മുബ്തദ. ആൻസർ ഓപ്ഷൻ എ മഫ്ഊലു ബിഹി, അതാണ് അതിൻ്റെ ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഫി ബൈത്തി ഖംസത ഡാഷ്. എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട് എന്ന് പൂരിപ്പിക്കാനാണ്. അംഗങ്ങൾ എന്നതിന് അറബിയിൽ ഒലൂവ് എന്നാണ് പറയുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അഗ്ലാഇൻ എന്നുള്ളതാണ്. ഫി ബൈത്തി ഹംസത അഗ്ലാഇൻ, എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട്. അടുത്ത ചോദ്യം, യഫൂദു തുല്ലാബു ഡാഷ്. ഓപ്ഷൻ എ മുജ്തഹിദൂൻ, ഓപ്ഷൻ ബി മുജ്തഹിദ്, ഓപ്ഷൻ സി മുജ്തഹിദീൻ, ഓപ്ഷൻ ഡി മുജ്തഹിദാത്ത്. ഓപ്ഷൻ എ മുജ്തഹിദൂൻ എന്നാണ് ഉത്തരം. കാരണം തുല്ലാബ് എന്ന് വരുമ്പോൾ അവിടെ ജംആണ്, ജംഉ മുദക്കറാണ്, അപ്പോൾ മുജ്തഹിദൂൻ എന്നായിരിക്കും. ഇനി അവിടെ ബനാത്ത്, അപ്പോൾ അത് ജംഉ മുഅന്നസ് ആണ്, അപ്പോൾ മുജ്തഹിദാത്ത് എന്നാകും ഉത്തരം. അടുത്ത ചോദ്യം, മരീലുൻ ജംഉഹു. ഓപ്ഷൻ എ അംറാൽ, ഓപ്ഷൻ ബി മർള, ഓപ്ഷൻ സി മർള്, ഓപ്ഷൻ ഡി മുമരില. ഉത്തരം ഓപ്ഷൻ ബി മർള എന്നുള്ളതാണ്. എട്ടാമത്തെ ചോദ്യം, ഡാഷ് ആസിമത്തു ഖത്തർ. ഓപ്ഷൻ എ അബൂദാബി, ഓപ്ഷൻ ബി ബാഗ്ദാദ്, ഓപ്ഷൻ സി സലാല, ഓപ്ഷൻ ഡി ദോഹ. ഖത്തറിൻ്റെ തലസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ദോഹയാണ് ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, നാഫിഅ വ നജീബ് ഡാഷ് ഇലൽ ബൈത്ത്. നാഫിയും നജീബും വീട്ടിലേക്ക് പോകുന്നു എന്നതാണ് ഈ വാചകം. അവിടെ ആ വിട്ട ഭാഗം പോകുന്നു എന്ന ഭാഗത്താണ് പൂരിപ്പിക്കാനുള്ളത്. ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ യദ്ഹബ്, 2 പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ യദ്ഹബാനി, ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ തദ്ഹബു, 2 സ്ത്രീകളാണെങ്കിൽ തദ്ഹബാനി. അപ്പോൾ ഇവിടെ നാഫിഉ വ നജീബ്, ഇവിടെ 2 പുരുഷന്മാരാണ്, അപ്പോൾ ഓപ്ഷൻ ബി യദ്ഹബാനിയാണ് ഉത്തരം. അടുത്ത 10ാമത്തെ ചോദ്യം, ഇഖ്തറ സഹീഹ്, ശരിയായത് കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫി കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബത്തിൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഖുർആനിലെ ഒരു ആയത്താണ്, നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ആയത്താണ്. ഇനി 11ാമത്തെ ചോദ്യം, മനിൽ മഅറൂഫ ബി ഇംബ്രാത്തൂറു തഅലീം.
വിദ്യാഭ്യാസ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി അബുൽ കലാം ആസാദ്, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹിമാൻ, ഓപ്ഷൻ ഡി സ്വാഹിബ് മഹാത്മാഗാന്ധി. ഇത് അറബി 7ാം ക്ലാസ്സിലെ അറബി പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി അബുൽ കലാം ആസാദ്. 12ാമത്തെ ചോദ്യം, മൻ ഹുവ വസീറു തർബിയത്തു വ തഅലീമി ബി കേരള ഹാലിയൻ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്നാണ് ചോദ്യം. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ PK അബ്ദുറബ്ബ്, ഓപ്ഷൻ ബി സി രവീന്ദ്രനാഥ്, ഓപ്ഷൻ ഡി ET മുഹമ്മദ് ബഷീർ. ഉത്തരം നമുക്കറിയാം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്.